എൻ്റെ പേര് ശ്രീകുമാർ ഉണ്ണിത്താൻ, ഫൊക്കാന ജനറൽ സെക്രട്ടറി. ഈയിടെയായി വളരെയധികം വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്ത്യക്കാരുടെ തൊഴിലവസരങ്ങൾ അമേരിക്കയിൽ കുറയുന്നു എന്നുള്ള കാര്യം. അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയുണ്ടായി. ഇന്ത്യക്കാരായ തൊഴിലാളികളെ IT മേഖലകളിൽ ഇനിയും ഹയർ ചെയ്യരുത് എന്നൊരു പ്രസ്താവന ഇന്ത്യക്കാരായ ഏവരും വളരെയധികം ഖേദത്തോടുകൂടിയാണ് കേട്ടത്. ആരും ഇന്ത്യക്കാരെ ഹയർ ചെയ്യുന്നത് ഒരു ഫേവറായിട്ടല്ല. അവരുടെ സ്കിൽഡ് ലേബർ ഉള്ളത് കൊണ്ടാണ് IT മേഖലകളിൽ അവരെ ഏറ്റവും കൂടുതൽ ഹയർ ചെയ്യുന്നത്. ഓരോ ടെക് ഇൻഡസ്ട്രിയും അവരവർക്ക് വേണ്ടുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ നോക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇന്ത്യയിൽ നിന്നായതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ ഹയർ ചെയ്യുന്നത്. അല്ലാതെ ഇന്ത്യക്കാരോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടൊന്നുമല്ല. ട്രംപിൻ്റെ പറച്ചിൽ കേട്ടാത്തൊന്നും ഇന്ത്യക്കാരെ മാത്രമേ ഉള്ളൂ അമേരിക്കയിൽ ടെക് ഇൻഡസ്ട്രി ജോലി ചെയ്യുന്നതെന്ന്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലെ ശരാശരി ആൾക്കാരെക്കാട്ടി കൂടുതൽ സാമ്പത്തികമായി പൈസ ഉണ്ടാക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്നു. ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളൊരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടായിരിക്കും ട്രംപ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇന്ത്യക്കാരായിട്ടുള്ള ക്വാളിഫൈഡ് ആൾക്കാർ, അത് വളരെയധികം ആൾക്കാർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ ജോലി ചെയ്യുകയും അവരെല്ലാം അതാത് ജോലി സ്ഥാപനങ്ങൾക്ക് ഫേവറേറ്റായിട്ട് അല്ലെങ്കിൽ നല്ല എംപ്ലോയീസായിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ടാണ് അവരെല്ലാം കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാം ജോലിക്ക് മോശമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ പറഞ്ഞ് വിടുന്നതാണ് എല്ലാ കമ്പനിയും. കമ്പനിയുടെ ബെനിഫിറ്റാണ് കമ്പനി നോക്കുന്നത്. ഇപ്പം ട്രംപിൻ്റെ ആ ഒരു പ്രത്യേക അജണ്ടയ്ക്ക് വേണ്ടി ആയിരിക്കത്തില്ല കമ്പനികൾ പ്രവർത്തിക്കുന്നത്. ഇന്ന് ടെക് ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ ടെക് മേഖലയിൽ വളരെയധികം CEOമാരാണ് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. ഈവൻ കേരളത്തിൽ നിന്ന് തന്നെ ഉള്ള വളരെയധികം ആൾക്കാർ ഇന്ന് ടെക് ഇൻഡസ്ട്രിയുടെ CEOമാരായിട്ടും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ ന്യൂ ജനറേഷനുള്ള സെക്കൻഡ് ജനറേഷനുള്ള ഇന്ത്യക്കാരാണെങ്കിൽ മിക്കവരും അമേരിക്കയുടെ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇന്ത്യക്കാർക്ക് നല്ലൊരു അംഗീകാരം അമേരിക്കൻ ജനതയുടെ മുന്നിലേക്ക് നേടിക്കൊണ്ടിരിക്കുന്നത് ട്രംപിന് ഒരു പക്ഷേ വിഷമമുണ്ടാക്കുന്നു. കാരണം ഇന്ത്യക്കാർ ഒരു ശക്തിയായി ആർജിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ട്രംപിന് ഇങ്ങനെയൊരു പ്രസ്താവന ഇറക്കേണ്ടി വന്നത്. പിന്നെ ഇന്ത്യയുമായുള്ള വ്യാപാര കരാറുകളും ഇന്ത്യയുമായി പഴയതുപോലെ ഇഷ്ടമില്ലാത്തതുമൊക്കെ ഇന്ത്യക്കാരെ ഈ തൊഴിലിൽ നിന്നും എലിമിനേറ്റ് ചെയ്യണമെന്ന് തോന്നിക്കാണും. പക്ഷേ ഈ ഇൻഡസ്ട്രിയിലെ ഇന്ത്യക്കാർ വളരെയധികം വിദഗ്ധരായ ഇന്ത്യക്കാരുള്ളത് കൊണ്ടാണ് അവർക്ക് ജോലി കിട്ടുന്നതും അവരെ അവിടെ നിയമിക്കുന്നതും. ഇനി ഫ്യൂച്ചറിലായപ്പോലും അമേരിക്കയിലെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ അവർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റിനെ വേണ്ടുന്നപ്പോഴേ അവർ ഇന്ത്യക്കാരെന്നോ അല്ലെങ്കിൽ പാകിസ്ഥാൻകാരെന്നോ അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസുകാരെന്നോ നോക്കാതെ അവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് ഹയർ ചെയ്യുന്നത്. ഞങ്ങളൊക്കെ ജോലി ഹയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഹയർ ചെയ്യുമ്പം ഞങ്ങളൊക്കെ നോക്കുന്നത് ജോലിയുടെ അവരുടെ കളറോ അല്ലെങ്കിൽ സ്കിന്നോ അല്ല നോക്കുന്നത്, ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ ഹയർ ചെയ്യുക എന്നുള്ളത്. ഏതൊരു കമ്പനി അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ട്രംപിൻ്റെ നിർദ്ദേശത്തിനെ അവർ അംഗീകരിക്കുമോ എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ അവർക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് അവർ നോക്കുന്നത്. അതിപ്പം ഇന്ത്യക്കാരനായാലും ആഫ്രിക്കക്കാരനായാലും അവരെ എലിമിനേറ്റ് ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഓരോ കമ്പനിയും ജോലി കൊടുക്കും. അതിൽ ഇന്ത്യക്കാർ മിടുക്കരായതുകൊണ്ടാണ് ഇന്ത്യക്കാരെ ഹയർ ചെയ്യുന്നത്. തുടർന്നും ഇന്ത്യക്കാരുടെ ജോലി സാധ്യതകൾ അമേരിക്ക കുറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഒരു ഇൻഡസ്ട്രി മുഖവിലേക്ക് എടുക്കുമെന്ന് ഞാൻ തോന്നുന്നില്ല. ട്രംപിൻ്റെ ടേം എന്ന് പറഞ്ഞാൽ 4 വർഷമായതേ ഉള്ളൂ. 1 വർഷം ഓൾമോസ്റ്റ് തീരാറാവുന്നു. ഇനി 3 വർഷക്കാലമേ ഉള്ളൂ. അത് വളരെ വേഗത്തിൽ പോവും. അതുകൊണ്ടൊന്നും ഈ ലോകം അവസാനിക്കുന്നില്ല. ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിൻ്റെ ടേം തീർന്നാലും അമേരിക്കയും ഇന്ത്യയും ഒക്കെ ഇവിടെ കാണും. ഇന്നത്തെ സ്കിൽഡ് ലേബേഴ്സും ഇവിടെ കാണും. അവരെല്ലാം വീണ്ടും ജോലി ചെയ്ത് മുന്നോട്ട് പോകും.